ഗായ്സ് നിങ്ങളുടെ സ്പ്ലെൻഡറുള്ള ആ ഒരു ചങ്കിന് ഇപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്തോ. നമുക്ക് ഓവർഫ്ലോ ആയിട്ട് വന്ന ഒരു സ്പ്ലെൻഡറാണിത്. അപ്പോൾ ഈ വണ്ടിയുടെ കാർബറേറ്റർ നമ്മൾ അഴിച്ചു നോക്കിയ സമയത്ത് ഒരു സംഭവം കണ്ടു, അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, പഴയ നമ്മളെ ഗുളികയൊക്കെ മേടിക്കുന്ന ആ ഒരു കവർ ഉണ്ടാവില്ലേ, ഗുളികയുടെയൊക്കെ പുറത്ത് വരുന്ന ഒരു മെറ്റൽ ടൈപ്പ്, ആ ഒരു സാധനം മടക്കി അങ്ങോട്ട് വെച്ചേക്കുക. അതായത് നീഡിൽ ടൈറ്റ് ആയിരിക്കാൻ വേണ്ടി. ഒരു കാരണം വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ആര് പടച്ചു വിടുന്നതെന്ന് അറിയത്തില്ല. ഇതെല്ലാം ആരെങ്ങനെ ഉണ്ടാക്കി സെറ്റാക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്ന് സംബന്ധിച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് സപ്പോസ് ഇത് ഇവിടുന്ന് പെട്രോളിൻ്റെ ആ ഒരു ഫ്ലോ വരുന്ന സമയത്ത് ഇവിടുന്ന് ഇളകി പോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ ഒരു ജെറ്റിൽ വന്ന് അടയും. ജെറ്റിൽ വന്ന് അടയോ ബ്ലോക്കാവോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല. അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകേണ്ട ആ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ടൈമിനായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ വള്ളിയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഒന്നും പണി ചെയ്യാതിരിക്കുക ആരായാലും. കാർബറേറ്റർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാറ്റിക്കൊള്ളുക. ഒരു 2-3 തവണയൊക്കെ നീഡിൽ മാറ്റിയിട്ട് പിന്നെ നീഡിൽ മാറ്റാൻ നിൽക്കണ്ട, കാർബറേറ്റർ മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടി ചെയ്താൽ തൽക്കാലത്തേക്ക് മാറിക്കിട്ടും, പക്ഷേ അത് പെർമനൻ്റ് അല്ല. ഇതുണ്ടോ, ഇതിനോട് പെട്രോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കാർബറേറ്ററിനെ ദ്രവിപ്പിച്ചിട്ടുണ്ട്. മണ്ണും ചെളിയൊന്നുമല്ല, ഇത് കാർബറേറ്റർ ദ്രവിക്കുന്ന ഈ വെള്ള വൈറ്റ് ഇതായിട്ട് കാണാൻ പറ്റുന്നത്. 163 രൂപ നീഡിലിന്. അപ്പോൾ നമ്മൾ ഹീറോൻ്റെ നീഡിലെടുത്തേ. ഹോണ്ടയുടെ ആകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് വരുന്നുണ്ട്, ഹീറോൻ്റെ ആകുമ്പോൾ വില കുറവാണ്. അപ്പം വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്.